കാലുങ്ക് നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളമില്ലാതെ ഒരാഴ്ചയായിട്ടും നന്നാക്കാൻ നടപടിയില്ലാതായതോടെ പൊട്ടിയ പൈപ്പ് മാറ്റി കുടിവെള്ളമെത്തിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ മാതൃക. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിതയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ടി ഷറഫുദ്ദീൻ, മുഹമ്മദ് യൂസുഫ് എന്നിവരാണ് പൈപ്പ് നന്നാക്കി കുടിവെള്ളമെത്തിച്ചത്. റോഡ് പ്രവൃത്തിക്കിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളമില്ലാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ വലയുമ്പോഴും പൊതുമരാമത്ത് വകുപ്പും കരാറുകാരനും കണ്ട ഭാവം നടിക്കാതായതോടെയാണ് കനത്ത ചൂടിനെ പോലും വകവയ്ക്കാതെ പൊട്ടിയ പൈപ്പ് മാറ്റി കുടിവെള്ള വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധീനതയിലുള്ള കൊടിയത്തൂർ മാട്ടുമുറി റോഡിൽ നടക്കുന്ന കലുങ്ക് പ്രവൃത്തി മൂലം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി നിരവധി കുടുംബങ്ങൾ പ്രയാസപ്പെട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും നന്നാക്കാൻ നടപടിയില്ലാതായതോടെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തന്നെ പ്രവൃത്തിക്കായി മുന്നിട്ടിറങ്ങിയത്. കനത്ത വേനലിൽ കിണറുകൾ വറ്റിത്തുടങ്ങുകയും വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്ന മാട്ടുമുറി, പന്നിക്കോട്, താന്നിക്കൽ തൊടി, കട്ടിരിച്ചാൽ, മാവായി തുടങ്ങിയ ഭാഗങ്ങളിലെ ജനങ്ങളാണ് ഏറെ ദുരിതത്തിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ നിരവധി തവണ കരാറുകാരനുമായി ബന്ധപ്പെട്ടെങ്കിലും നന്നാക്കാൻ നടപടി സ്വീകരിച്ചില്ല. ഇതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത, വൈസ് പ്രസിഡന്റ് സുജാ ടോം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അഹമ്മദ് കുട്ടി പുളത്തൊടി എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ടി ഷറഫുദ്ദീൻ, മുഹമ്മദ് യൂസുഫ് എന്നിവർ പ്ലംബിംഗ് ആയുധങ്ങളും മറ്റ് ആയുധങ്ങളുമായി റോഡിലെ മണ്ണ് മാറ്റി പൈപ്പ് നന്നാക്കി കുടിവെള്ള വിതരണം സുഗമമാക്കുകയായിരുന്നു. കഴിഞ്ഞ ഈ നോമ്പിൻ്റെ മുന്നേ ഒരു 15 ദിവസം മുന്നേ തന്നെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ PWDൻ്റെ റോഡ് വർക്ക് നടത്തുകയാണ്. അതിന് പ്രകാരമാണ് ഇപ്പോൾ ഭയങ്കര ഈ പൈപ്പ് പൊട്ടുക, വെള്ളം ഇല്ലാതാവുക. ആ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ ഇതിൻ്റെ കരാറുകാരെ നിരന്തരം ബന്ധപ്പെടുകയും പൈപ്പ് കുറച്ച് കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത്, പക്ഷെ എന്നിട്ടും പൈപ്പ് വെച്ച ഭാഗം ഇനിയും കോൺക്രീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എത്രയോ ദിവസം അധികൃതരെ വിളിക്കുന്നു, വേണ്ട ഒരു നടപടി എടുക്കുന്നില്ല. സാധാരണ ജനങ്ങളാണ് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് വരൾച്ച നേരിടുന്ന ഈ സമയത്ത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവരെ വിളിച്ച് കാത്തിക്കാൻ സമയമല്ല. നമ്മളെ കൂട്ടത്തിൽ എന്നോ ജനപ്രതിനിധികളാവുന്നതിന് മുന്നേ തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ് ജനസേവനം ചെയ്യുന്ന മെമ്പർമാർ നമ്മളെ കൂടെ ഉണ്ട്. ഷർഫുക്ക, ബാവുക്ക, ഇവരെ ഒരു മിനിറ്റ് വിളിച്ചാൽ കാര്യം സാധിക്കേണ്ടേ ഉള്ളൂ. പക്ഷേ നമ്മൾ നിയമപരമായിട്ട് തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നതാണ്. ഇനിയും ജനങ്ങളെ ദുരിതത്തിൽ ആഴ്ത്താൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്ന് ഇവർ തന്നെ ഒരു ശ്രമദാനമായിട്ടുള്ളത് നേരിട്ട് ഈ പ്രശ്നം. പഞ്ചായത്ത് അധികൃതർ തന്നെ മുന്നിട്ടിറങ്ങിയതോടെ ഈ ഭാഗങ്ങളിലെ നിരവധി കുടുംബങ്ങളുടെ ഒരാഴ്ചയായുള്ള കുടിവെള്ള പ്രശ്നത്തിനാണിപ്പോൾ പരിഹാരമായിരിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.